വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബേബി മിറ എൻ്റെ കേക്ക് സ്മാഷ് ആണ്. അപ്പം ബീച്ചിലായിരുന്നു നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തത്. അപ്പോൾ മഴ കാരണം ബീച്ചിൽ നടത്താൻ പറ്റിയില്ല. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ വീട്ടിൽ തന്നെ ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഈ ബാക്ക് ഡ്രോപ്പ് സെറ്റപ്പ് ചെയ്യുന്നതും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, കുട്ടീനെ ചിരിപ്പിക്കുന്നതും അതിൻ്റെ കഷ്ടപ്പാടൊക്കെ ഇതിൽ കാണിച്ചു തരാം. ഇതുപോലത്തെ ഗ്ലിറ്ററിംഗ് പേപ്പർ എടുക്കാൻ പിന്നെ നമ്മൾ വന്നിട്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്ത് ഇതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടേബിൾ ഉണ്ട് അവിടെ. ആ ടേബിളിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ആ വൈറ്റ് ക്ലോത്ത് ഹാങ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഫ്ലോറിലും വൈറ്റ് ക്ലോത്ത് വിരിച്ചു. എന്നിട്ട് അതിന് ശേഷം ആ വൈറ്റ് ഗ്ലിറ്റർ പോലത്തെ കാണുന്നില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന സാധനമാണ്. ആ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന പേപ്പറിന് പെർ പീസ് 15 റുപ്പീസാണ് വരുന്നത്. പിന്നെ മിറായ എന്നുള്ള ബാനർ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബേബി ഷവറിൻ്റെ ലെഫ്റ്റ് ഓവറും പിന്നെ അവളുടെ ബർത്ത്ഡേൻ്റെ ലെഫ്റ്റ് ഓവറും കൂടിയിട്ടാണ് അത് വരുന്നത്. പിന്നെ അവിടെ ഒരു മണി പ്ലാന്റ് വെച്ചു. പിന്നെ ബലൂൺസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിറച്ചു. പിന്നെ ഹാർട്ട് ഷേപ്പൊക്കെ നിലത്തിങ്ങനെ വിതറി വെച്ചതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്തത്. ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഇതൊക്കെ ഒട്ടിച്ചത്. പക്ഷേ അതത്ര നിൽക്കുന്നുണ്ടായിട്ടില്ല. എന്നാലും ആ ഒരു ജസ്റ്റ് ഫോട്ടോഷൂട്ടിന് അങ്ങനെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെറിയൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അപ്പോൾ ഓളാണെങ്കിൽ ഫോട്ടോവിന് ഇരുന്നിട്ട് ചിരിക്കുന്നേ ഉണ്ടായിട്ടില്ല. മറ്റേ സദാസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ചിരിക്കുന്നേ ഉണ്ടായിട്ടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫർ വന്നത് അബിന്ദു ഫോട്ടോഗ്രാഫി. ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അബി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തതിന് ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെട്ട് കുറേ ടൈം കോർഡിനേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. നല്ല നല്ല പിക്ചേഴ്സാണ് എൻ്റെ എടുത്തു തന്നത് മോളത്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോൻ്റെ എൻഡിൽ കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ മൊത്തമായിട്ട് കാണാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അബിന്ദു ഫോട്ടോഗ്രാഫീനെ ഫോളോ ചെയ്യാനും മറക്കരുത്. അബി വന്നത് ചഞ്ചൽ വി ഡൊമിനിക്, ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളതാണ്. ചഞ്ചൽ വി ഡൊമിനിക്കിനെയും കൂട്ടിയിട്ടാണ്. അപ്പോൾ അവരേതോ ബീച്ചിൽ എന്താ പറയുക മേക്കപ്പൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ മഴ ചതിച്ചത് കാരണം നടന്നില്ല. അതുകൊണ്ട് അവർ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നു. ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്മളിതിൽ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ലേറ്റായാലും ഞാൻ പറഞ്ഞു ലേറ്റായാലും കുഴപ്പമില്ല, എന്തായാലും എടുത്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നിരുന്നു. അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നി നമ്മളൊരു ഫോട്ടോ പോലും എടുത്തിക്കില്ല, അവർ എല്ലാവരും സെൽഫി പോലും എടുത്തിക്കില്ല. അപ്പം നെക്സ്റ്റ് ടൈം എടുക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം. പിന്നെ കേക്ക് നമ്മളെ നാസ് ബേക്സ് ആണ്. എൻ്റെ ഫ്രണ്ട് നസ്നയാണ്. നസ്നേൻ്റെ കെയർ ഓഫിലാണ് കേക്ക് വന്നത്. അപ്പോൾ കേക്ക് സൂപ്പറായിരുന്നു. പക്ഷേങ്കിൽ കേക്ക് കൊണ്ടുവന്നപ്പം മനുവേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഷേക്കായി. അപ്പോൾ അങ്ങനെ കുറച്ച് കേടുപാടുകൾ കേക്കിന് പറ്റിപ്പോയി. അങ്ങനെയാണ് ഇതിങ്ങനെ ആയിപ്പോയത്. അല്ലാണ്ട് കേക്കിന് ഒരു കുഴപ്പമില്ല, സൂപ്പറായിരുന്നു. പിന്നെ മിറേനെ ചിരിപ്പിക്കാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നു, ദിയ. അവളെ ദിയ ആൻറ്റീൻ്റെ മോള്. അപ്പോൾ അവളുടെ ദിയ ആൻറ്റിക്ക് പനി ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. അതുവരെ ഡെക്കറേഷനിൽ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടാണ് പോയത്. അതേപോലെ തന്നെ മാമൻ്റെ മോൻ ആലാബ്, അവരൊക്കെ ഡെക്കറേഷനിൽ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ദിയ ആൻറ്റിക്കാണ് വരാൻ പറ്റാഞ്ഞത്. മഴ കാരണം പിന്നെ ജലദോഷമൊക്കെ പിടിച്ച് പനിയൊക്കെ പിടിച്ച് വരാൻ പറ്റിയില്ല. ദിയ ആൻറ്റി ശരിക്കും ഇത് മിസ്സായിപ്പോയി. മിറായും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ദിയ ആൻറ്റീനെ. കാരണം ദിയ ആൻറ്റി ഉണ്ടെങ്കിൽ എന്തായാലും അവൾ ചിരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസിലൊക്കെ നല്ല നല്ല ഫോട്ടോസ് കിട്ടായിരുന്നു ചിരിക്കുന്നത്. പിന്നെ പറയാനുള്ള കാര്യം കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ചേച്ചി നീത്തു ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് ഞാൻ ഇവൾക്ക് ബർത്ത്ഡേ, ഞാനും എൻ്റെ ചേച്ചിയാണ് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ കണ്ണൂരിലൊരു ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഷോപ്പ് കയറിയപ്പം അവിടെ ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇത് തന്നാൽ മതി. അപ്പോൾ അവൾ അതുതന്നെയാണ് കൊണ്ടു തന്നത് ഗിഫ്റ്റായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുക, അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് വയറ് നിറയണമെന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടീൻ്റെ ഉറക്കം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സമയങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. പിന്നെ ശൗര്യൊക്കെ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ശൗര്യം ആദ്യമൊക്കെ കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര കളിയായിരുന്നു, വന്നിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയല്ലോ അവിടെ ഇരുന്നു, കേക്ക് തിന്നാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ശൗര്യൻ്റെ കേക്ക് സ്മാഷാണ് ശരിക്കും നടന്നത്. ഇനിയുള്ള ഫോട്ടോസൊക്കെ ശൗര്യൻ്റെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. മിറായക്കാണെങ്കിൽ ശൗര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നിട്ടാണ്, അതായത് അത്രയും ഇഷ്ടമാണ്. അപ്പം ശൗരൂട്ടനാണെങ്കിൽ ഏത് ടൈമും അവളെ കണ്ടു കഴിഞ്ഞാൽ അടിയാണ്, അവളെ അടിക്കും. പക്ഷേങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് മിറായനെ. അവന് ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ഇങ്ങനെ പോയിട്ട് ചെറുങ്ങനെ അടിച്ച് കളിക്കലാന്ന് പണി. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശൗരൂട്ടനെ.
മതി. Hey. 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 Ada. Acho. Miraiki cake കൊടുക്ക്. Miraiki cake കൊടുക്ക്. Miraiki ചോട്ടാ ശരിയാ. വായിലിട്ട് കൊടുക്ക്. Miraiki cake കൊടുക്ക്. ആ വായിലിട്ട് കൊടുക്ക് Miraiki. Miraiki വായിലിട്ട് കൊടുക്ക്. ഞാനു Miraiki വായിൽ. വായിലിട്ട് കൊടുക്ക്. Oh, madi.